ഒരു അതിഥി കൂടി നമുക്കുണ്ട്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ സമാഹരിക്കുന്നത് തുറമുഖം എന്ന സങ്കല്പത്തെക്കുറിച്ചുള്ള ചില നിർദ്ദേശങ്ങളാണ്. ചില പോയിന്റുകൾ രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. അതിനായി ഒരു യുവ അഭിഭാഷകൻ, അതായത് മാരിടൈം ലോയിൽ 1ാം റാങ്കുകാരനാണ്, 2 ആഴ്ചയേ ആയിട്ടുള്ളൂ ആ ഫലം പ്രഖ്യാപിച്ചിട്ട്. അതാകട്ടെ നമ്മുടെ മറ്റൊരു അതിഥി ശ്രീ നാണു വിശ്വനാഥൻ്റെ മകൻ കൂടിയാണ് ഗൗതം വിശ്വം. ഗൗതം, ഒരു ചർച്ചയിൽ ആദ്യമായിട്ടാണ്, അതിൻ്റെ ടെൻഷനൊക്കെ ഉണ്ടാവില്ലേ? പക്ഷെ നമുക്കറിയേണ്ടത് ഞങ്ങൾക്കറിഞ്ഞുകൂടാത്ത മാരിടൈം ലോയെക്കുറിച്ചാണ്. മാരിടൈം ലോ എന്ന് പറയുമ്പോൾ കടലും കപ്പലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നിയമത്തിനും നമുക്ക് മാരിടൈം ലോ എന്ന് വിളിക്കാം. അത് ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് ആകാം. അത് മാത്രമല്ല ഈ നാവിഗേഷൻ, എന്തെങ്കിലും ഒരു കൊളൂഷൻ ഉണ്ടായി, ഇപ്പോൾ ഈ കടലിന് നടുക്ക് വെച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, പൈറസി, അങ്ങനെ ഈ കടലും കപ്പലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഈ കവർ ചെയ്യുന്ന ഒരു മേഖലയാണ് മാരിടൈം ലോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ വിഴിഞ്ഞം വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ ഗുഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാം ഏതൊരു ബിസിനസ് പോലെയും ഇവിടെ ഡിസ്പ്യൂട്ട്സുകളും ഉണ്ടാവാം. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓൾറെഡി കുറേ നിയമങ്ങളുണ്ട്. അതായത് ഡിസ്പ്യൂട്ട്സിന് വേണ്ടി അഡ്മിറാലിറ്റി ലോ ഉണ്ട്, അതുപോലെ കോക്സ നിയമമുണ്ട്, കാരേജ് ഓഫ് ഗുഡ്സ് ബൈ സീ ആക്ട്. പിന്നെ മാത്രമല്ല മാരിടൈം എന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഫീൽഡാണ്. നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലോട്ട്, അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻ്റർനാഷണൽ കൺവെൻഷൻസ് ഉണ്ട്. അപ്പം മാരിടൈം ലോ എന്ന് പറയുമ്പോൾ ഒരു വാസ്റ്റ് സബ്ജക്റ്റാണ്. പല ഇൻ്റർനാഷണൽ ലോയും ഉണ്ട്, നമ്മുടെ ഡൊമസ്റ്റിക് നിയമങ്ങളുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലത്തെ നിയമങ്ങൾ 2 സൈഡിൽ നിന്നുമുണ്ട്. അപ്പം ഈ നിയമങ്ങൾ എല്ലാം നമുക്ക് ഓൾറെഡി ഉണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഞാനൊരു മാരിടൈം ലോയർ എന്ന നിലയിൽ ഞാൻ പല പരിപാടിക്ക് പോകുമ്പോൾ ഞാൻ മാരിടൈം ലോയർ ആണെന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും, ഓക്കെ നമുക്ക് അത്യാവശ്യമാണ് നിങ്ങളെ, അല്ലെങ്കിൽ മാരിടൈം ലോയേഴ്സിന് ഇന്ത്യക്ക് ആവശ്യമുണ്ട്. അപ്പം ഇനി ഇത് പഠിച്ച് ഈ നിയമങ്ങൾ നടപ്പിലാക്കാനും അതുപോലെ ജസ്റ്റിസ് കൊണ്ടുവരാനും നമുക്ക് ലോയേഴ്സിനെയും അത് മനസ്സിലാക്കിയുള്ള യുവജനങ്ങളെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടി നമുക്ക് ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കുസാറ്റിലുണ്ട്, പക്ഷേ അവിടെ 2 വർഷം കൂടുമ്പോഴാണ് എടുക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ വർഷം എനിക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റാതെ എനിക്ക് ഗുജറാത്തിൽ ഈ വിഴിഞ്ഞം കൂടി വന്നതോടെ നമുക്ക് മാരിടൈം ലോ അതെ എല്ലാവരും അറിഞ്ഞിരിക്കണമെന്ന അവസ്ഥയിലേക്ക് വരികയാണ്. ഇത്രയും വലിയൊരു സബ്ജക്റ്റാണ്. അതായത് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷനാണ് നടക്കുന്നത്. അപ്പം മറ്റുള്ളവരുടെ സമയവും നമ്മൾ രാജ്യവുമായിട്ടുള്ള ബന്ധവും കൂടെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതിന് ഡിസ്പ്യൂട്ട്സ് വരുമ്പോൾ അത് എത്രയും പെട്ടെന്ന് സോൾവ് ആക്കണം. അത് സോൾവ് ആക്കണമെങ്കിൽ അതറിയാവുന്ന നിയമ വിദ്യാർത്ഥികളും അത് ചെയ്യുന്ന ലോയേഴ്സിന് നമുക്ക് ആവശ്യമുണ്ട്. ശരിക്കും ഈ ഒരു മാരിടൈം ഹിസ്റ്ററി ഉണ്ടല്ലോ, ഇപ്പോൾ അതൊക്കെ നന്നായി പഠിച്ചതുകൊണ്ടും അറിഞ്ഞതുകൊണ്ടും അത് അനുഭവമാക്കി എഴുതിയത് കൊണ്ടുമാണല്ലോ 1ാം റാങ്ക് കിട്ടിയത്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയുടെ ഒരു മാരിടൈം ഹിസ്റ്ററി പഠിച്ചപ്പോൾ വേദനിച്ചോ? ആ വേദന വിഴിഞ്ഞം വന്നതോടെ മാറുമോ? സത്യം പറഞ്ഞാൽ ഒരു ചെറിയ വേദനയുണ്ട്. കാരണം ഇന്ത്യൻ മാരിടൈം ഹിസ്റ്ററി നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഹിസ്റ്ററിയിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ സ്പൈസസിൻ്റെ വ്യാപാരത്തിലോട്ട് ബ്രിട്ടീഷുകാർ വന്നത് തൊട്ട് അതിന് മുന്നേ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയും ചൈനയും അതുപോലെ പല രാജ്യങ്ങളായിട്ട് ഇന്ത്യക്ക് വലിയ വലിയ ബന്ധങ്ങളും ട്രേഡും ഹിസ്റ്ററിയും എല്ലാം നടന്നിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്ക് ഈ ബ്രിട്ടീഷുകാർ വരികയും പിന്നെ ഒരു വലിയ ചരിത്രമുണ്ടായിട്ടും ഒരു പാരമ്പര്യം ഉണ്ടായിട്ടും അത് ഇടയ്ക്ക് എവിടെയോ വെച്ച് അത് കട്ടായിപ്പോയി. പക്ഷേ ഇപ്പോൾ ഈ വിഴിഞ്ഞം വരുന്നതിലൂടെ നമുക്ക് അത് വീണ്ടെടുക്കാവുന്നതാണ്, ആ ചരിത്രം പിന്തുടരാവുന്നതാണ്. അതിനനുസരിച്ച് നമ്മളും നമ്മുടെ രാഷ്ട്രീയക്കാരും നമ്മുടെ യുവതലമുറയും എല്ലാവരും അതിനുവേണ്ടി പ്രയത്നിച്ചാൽ അത് തീർച്ചയായും നമുക്ക് ആ ഹിസ്റ്ററി തിരിച്ചുണ്ട്. ആദ്യം കാണുന്ന മുകളിൽ കാണുന്ന 2 വിൻഡോകളിൽ ഇരിക്കുന്നത് അച്ഛനും മകനുമാണ്. ഒരുപക്ഷെ മകൻ ആദ്യമായ ഒരു ചർച്ചയിൽ വന്ന് കുറച്ചൊക്കെ സമ്മർദ്ദം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് അച്ഛനാണ് കൂടുതൽ ടെൻഷൻ അടിച്ചതെന്ന് തോന്നുന്നു. പക്ഷേ അതല്ല സംഭവിച്ചത്. കൃത്യമായി പറയുന്നുണ്ട് 1ാം റാങ്കുകാരൻ. ഞാൻ അങ്ങയിലേക്ക് വരാം.